ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു എല്ലോ ടു ഗേൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഡ്രസ് മേക്ക് ഓവറാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ ബിഫോർ, അതാണ്. ഇനി നമുക്ക് ആഫ്റ്റർ ലുക്ക് ഇപ്പം ഞാൻ കാണിക്കുന്നത്, എന്തായാലും ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് സൈഡ് വാളാണ്. അപ്പോൾ സൈഡ് വാൾ ഞാനിങ്ങനെ കുറേ ഇൻസ്പിറേഷൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ കുറേ ന്യൂസ് പേപ്പർ പോലത്തെ രീതിയിലുള്ളത് ഒട്ടിച്ച് വെക്കുന്നതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷനിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് കുറേ സോളജിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ ചേച്ചിയുടെ ആയിരുന്നു. എന്തായാലും ഞാൻ അതൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഓർഡർ പോലെയൊന്നും ഞാൻ വെക്കുന്നില്ല, എനിക്ക് തോന്നിയ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഈ വീഡിയോ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ സമയം ഉണ്ടാവില്ല എഡിറ്റ് ചെയ്ത് കഴിയാനായിട്ട്. 1 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെല്ലെ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം അങ്ങോട്ട് കൂടിപ്പോയി. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ എനിക്കൊന്ന് 3 ആഴ്ച മുമ്പാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എല്ലാ ശനിയാഴ്ചയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇരിക്കാറുള്ളത്. അപ്പോൾ ഇതും ഞാൻ ശനിയാഴ്ച അങ്ങനെ നിന്നപ്പോഴത്തേക്ക് താമസിച്ച് പോയതാണ്. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഇടാറില്ല. വേറൊന്നും അല്ല കാര്യം, എനിക്കൊന്നും ഇടാനായിട്ടൊന്നും തോന്നുന്നില്ലായിരുന്നു. വീഡിയോ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ തന്നെ മടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ വിചാരിച്ചു. ആദ്യമേ തന്നെ നമുക്ക് ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ തോന്നുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും എൻ്റെ ഡെസ്ക് കാണുമ്പോഴത്തേക്ക് അപ്പം തന്നെ എൻ്റെ മൂഡ് പോകും. പിന്നെ ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ നാളെ വല്ലതും ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. ഈ 2 മിനിറ്റ് ഞാൻ ഇൻട്രോ സംസാരിച്ചപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ സൈഡ് വാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് വാളാണ്. അതിനകത്ത് ഞാൻ കുറച്ചങ്ങോട്ട് കൂടുതൽ ഐറ്റംസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഐറ്റംസൊക്കെ ഞാൻ പിന്നെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ ഒരു ബോ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ബോ ഹാങ്ങിങ് ഞാനൊരു പേപ്പർ കൊണ്ടിട്ട് ഉണ്ടാക്കണതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ റിബൺ കൊണ്ട് ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ വെറൈറ്റി രീതിയിൽ ഒരു ഊളന്തണ്ട് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒട്ടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫെവിക്വിക്ക് ആയാലും അങ്ങനെയുള്ള എല്ലാ പശകളും ഉപയോഗിക്കാവുന്നതാണ്. സെല്ലോ ടേപ്പ് ഉപയോഗിക്കാവേ. അങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത് നമ്മുടെ വാളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞാണ്, നമ്മുടെ ചാനൽ 155 അടിച്ചതായിരുന്നു. പിന്നെ 149 ആയി, പിന്നെ 148 ആയി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെയും എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ തോന്നിയില്ല. പിന്നെ ഞാൻ മെല്ലെ വീഡിയോ ഇടും. പിന്നെ കുറച്ച് ആളുകൾ പിന്നെ ഇവർക്ക് ഇനി എപ്പോഴെങ്കിലും ഇടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് 12 ദിവസമായി ഞാൻ ഷോർട്സ് ആയാലും ഇട്ടിട്ടുള്ളത്. ലോങ് വീഡിയോ പിന്നെ പറയേണ്ട 1 മാസമായി ഇട്ടിട്ട്. പിന്നെ നമ്മൾ ഇവിടെ വാൾ പോസ്റ്ററാണ് ഉണ്ടാക്കുന്നത്. വാൾ പോസ്റ്റർ ഞാൻ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാനാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ 2-3 ഒരു 4-5 ഐറ്റംസൊക്കെ മാത്രമേ മേടിച്ചിട്ടുള്ളതുള്ളൂ. അപ്പം ഇതേപോലെ നമ്മൾ വാൾ പോസ്റ്റർ വരയ്ക്കുന്നുണ്ട്. ആദ്യമേ നമ്മളൊരു ഹാർട്ട് വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ഹാർട്ട് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു കുഞ്ഞ് സർക്കിളും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. വോക്യൂ എന്നൊക്കെ പറയുന്നതുകൊണ്ട് വോക്യൂ എന്നാണോ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടെ. എന്തായാലും ആ സാധനം വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടുള്ളതാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ വാൾ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ടുള്ളതെന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ളത് കിട്ടും. നിങ്ങൾക്ക് വരക്കാൻ ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട പിക്ചർ. അതിനുശേഷം പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് വരച്ചാൽ മതി. ഇനിയിപ്പോൾ പേപ്പർ കോപ്പി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇറക്കാം. ഇപ്പം അങ്ങനെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം എല്ലാവരും ഇതിട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോൾ എല്ലാവർക്കും അറിയുകയും കൂടെ ചെയ്യാം. അപ്പോൾ കളർ അടിച്ചെടുക്കുന്ന വീഡിയോ തന്നെ ഒരു 4-5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ചെറുതാക്കിയിട്ടാണ് ഞാൻ ഇത്ര ആക്കി എടുത്തത്. പിന്നെ പറയാനാണെങ്കിൽ ഈ ഡ്രസ് മേക്ക് ഓവർ എക്സ്ട്രീം ഒന്നും അല്ല, ചെറുതായിട്ടൊന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ ഡെസ്ക് മേടിച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഒന്ന് ഡ്രസ് മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഒന്ന് വെക്കുക, ഇങ്ങനെ വെച്ച് നോക്കി കൊള്ളാവോ എന്നുള്ള രീതിയിലൊക്കെ വെച്ചൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പോഴാണ് വിചാരിച്ച് ഡ്രസ് മേക്ക് ഓവർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മാൾ ഡെക്കറേഷൻ എന്നാണ് ഞാൻ ഇതിന് പേരിട്ടുള്ളത്. വേറെ ഒന്നും അല്ല, നമ്മളിങ്ങനെ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കൂലേ, ഇപ്പോൾ കീച്ചേനൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ നമ്മൾ പേപ്പറിനകത്തേക്ക് കവായി സ്റ്റിക്കർ ഒട്ടിക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കുക, എവിടെ വാളിൽ ഒട്ടിച്ചു കൊടുക്കുക.
ഈ വാളിൽ വെറുതെ ഒട്ടിച്ചെടുക്കണല്ലേ. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വാളിൽ ഇപ്പം നമ്മൾ കുറേ സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിനെ പുറത്തൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ അഴുക്കുള്ള കാര്യം തന്നെ നമ്മൾ മറന്നുപോയല്ല അവിടെ ഉള്ള കാര്യം തന്നെ നമ്മൾ അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒട്ടിച്ചൊക്കെ എടുക്കുന്നുണ്ടല്ല. ഇപ്പം നിങ്ങളൊരു വാൾ ഷെൽഫ് കണ്ടിട്ടുണ്ടാവും. ആ വാൾ ഷെൽഫ് ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ട് തോന്നി. അപ്പം ഞാനതങ്ങ് പറിച്ച് കളഞ്ഞു. ഇനി നമ്മൾ കുറച്ച് സ്മാൾ ബോയ് ഉണ്ടാക്കും. ഞാൻ ആദ്യം ഒരു വലിയൊരു ബോയ് ഉണ്ടാക്കി, അതിന് ശേഷം അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്മാൾ ബോയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വലിയ ബോ ഞാൻ മുളന്നിട്ട് കൊണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് വലിയായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം സാറ്റ് റിബൺ കൊണ്ട് ഉണ്ടാക്കാൻ വലിയ റിബണെന്നല്ല ബോ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം അതാണല്ലോ നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ കുറേ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ബോ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകണതാണ്. എനിക്ക് കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഞാൻ ഈ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഞാൻ എൻ്റെ വാളിലൊരു പെയിൻറ്റിങ് വേണമെന്ന് ഞാൻ കുറേ നാളായി ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് വരക്കാമെന്ന്. എന്തായാലും അത് തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കൊരു പെയിൻറ്റിങ് മതിയല്ലോ, അത്രേ ഉള്ളൂ. കുറേ സ്റ്റാർ വരച്ചു കൊടുത്തു. പിന്നെ അതിനകത്ത് കുറേ ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അപ്പുറത്ത് വലിയൊരു സ്റ്റാർ വരച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ വന്നിട്ട്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ വരക്കണമെന്ന് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പിൻട്രസ്റ്റിൽ കണ്ടു, അപ്പോൾ വരക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഫോണിൽ നോക്കിയായിരിക്കും വരക്കുന്നത്. ഇത് ഞാൻ കണ്ടപാടി തന്നെ അങ്ങോട്ട് വരക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ചിലതൊന്നും അങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ ഫോണിൽ ഇങ്ങനത്തെ സാധനമേ ഉണ്ടാകാത്ത രീതിയിലൊക്കെയാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ശബ്ദം വന്നിട്ട് ഭയങ്കര ഒരു രസമില്ലാത്ത ശബ്ദമായിരിക്കും. വേറൊന്നുമല്ല, എനിക്ക് പനിയും ജലദോഷവും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതുമെല്ലാം. കാര്യം 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അപ്ലോഡ് ആക്കാൻ പോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ പറയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയണത് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറ്റിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വാളിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സൈഡ് വാളിൽ ഒരു രസമില്ലെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സീഷെല്ലിൻ്റെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒട്ടിക്കാമെന്ന് ഞാൻ കരുതി. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെസ്ക്കാണ്. ഡെസ്കിൻ്റെ കോലം വന്നിട്ട് ഇതാണ് കിടക്കുന്നത്. അപ്പം നിങ്ങളാണെങ്കിൽ ഇത്ര ഉള്ളൂന്ന്, പക്ഷേ ഇപ്പുറത്തും കൂടെ കിടപ്പുണ്ട് എല്ലാ സാധനം. അതുകൊണ്ട് തന്നെ ഇതാണ് ലുക്ക് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോയാണിത്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട് ഒരു ഫ്ലവർ വീസ് ഉണ്ടാക്കണമെന്ന് ഞാൻ കുറേ നാളെ ചിന്തിക്കുന്നു. പിന്നെ കുറേ വീഡിയോയിൽ ഇങ്ങനെ കാണാറുമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ സ്പൂൺ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ ഇതങ്ങോട്ട് എടുത്തോണ്ട് വന്നാലോ എന്ന്. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു, സ്പൂൺ എടുത്തു, വീട്ടിലേക്ക് വന്നു, ഈ സാധനം അങ്ങോട്ട് ഉണ്ടാക്കാനും തുടങ്ങി. 2 ഐസ്ക്രീമാണ് മേടിച്ചത്. പക്ഷേ ഒരു 7 എണ്ണമെങ്കിലും ഞാൻ സ്പൂൺ എടുത്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 7, 8, 9 അത്ര എങ്ങാണ്ടാണ് ഞാൻ സ്പൂണും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഈ സ്പൂൺ കൊണ്ടേ കളയുന്നു. ഞാനൊക്കെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനേ പോകുള്ളൂ. പക്ഷേ ചില ആൾക്കാരൊക്കെ ഇതുകൊണ്ട് കളയുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും എനിക്ക് തന്നാൽ മതിയായിരുന്നു എന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ സ്പൂണിൻ്റെ താഴത്തെ വശം നമ്മളിങ്ങനെ കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡോളം നമ്മൾ തീയിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചരിഞ്ഞിരുന്നോളും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞാൻ മാത്രമല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, പിൻട്രസ്റ്റിലൊക്കെ ഇതേപോലെ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കളറൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. കളറടിച്ച വീഡിയോ ഒന്നും എടുക്കാത്ത കാര്യം ഭയങ്കര ലോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറടിച്ച വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ആദ്യമേ ഉണ്ടാക്കിയ ഫ്ലവറാണ് ആ ഒരു വൈറ്റ് കളർ ഫ്ലവർ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതേപോലെ കുറേ ഉണ്ടാക്കി അങ്ങനെയൊക്കെ വെക്കാമെന്ന് വെച്ച് കരുതിയത്. പക്ഷേ അത് ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അത് എടുക്കണ്ടെന്നും പറഞ്ഞ് അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു കപ്പ് രസമില്ലാത്ത കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിന് കവർ ചെയ്തെടുക്കാമെന്ന്. ഇത് വാൾപേപ്പറിൻ്റെ ഇതാണ്. എന്തായാലും ഞാൻ ഇതൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്ന സാധനത്തിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചിലതൊന്നും ഞാൻ ഓൺലൈനിൽ നല്ലതായിരിക്കും മേടിച്ചിട്ടുണ്ടാകുക, എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനിയാണ് ക്ലീനിങ് തുടങ്ങാൻ പോകുന്നത്. നല്ലപോലെ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യണം. കാര്യം എനിക്ക് തോന്നുന്നു എക്സ്ട്രീമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് മറ്റേ എക്സ്ട്രീം ഡസ്റ്റ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിനകത്തായിരിക്കണം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, മറ്റേ ഒരു വൈപ്സ് ഉണ്ടായിരുന്നു, വൈപ്സ് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ആഴ്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന്. ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും ഞാൻ വേറെ സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ അതങ്ങ് വെച്ചാൽ പോരെയെന്ന് കരുതി ഞാനിരുന്നു. ആ സമയത്ത് അമ്മ വന്നിട്ട് പറഞ്ഞു ഇതെടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്തുള്ള കോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസം പോലും ഇല്ലാത്ത കാര്യം, ഒരു ഭംഗിയും ഇല്ലാത്ത രീതിയിൽ ഞാൻ അലങ്കോലമായിട്ടിരിക്കണമായിരുന്നു. അപ്പം ഞാൻ കരുതി ബിഫോറായിട്ട് അതെടുത്ത് വെച്ചാൽ മതിയായിരുന്നെന്ന്. എന്തായാലും ഞാൻ ഇതേപോലെ എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഡെസ്ക് മാത്രം ക്ലീൻ ചെയ്താൽ പോരല്ലോ, അതിൻ്റെ അടിവശം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് ഡെസ്ക് അങ്ങോട്ട് നീക്കി അതിൻ്റെ അകത്തേക്ക് കയറി. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ സാധനമാണ് അതിൻ്റെ അടിയിലുള്ളതെന്ന്. പിന്നെ എങ്ങനെയൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനകത്തുള്ള എല്ലാ സാധനവും മാറ്റി, പിന്നെ അടിച്ചു, പിന്നെ തുടച്ചപ്പോഴെല്ലാം അഴുക്ക് നിങ്ങൾ കാണണം. അത്ര ഭംഗിയായ അഴുക്കായിരുന്നു അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എല്ലാം ഇങ്ങനെ എടുത്തറിയുന്ന രീതിയിലുള്ള അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈറ്റ് പെയിൻറ്റ് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളറടിച്ചെടുക്കാമെന്ന്. പിന്നെ അങ്ങനെ അടിച്ചിട്ടും കുറേയൊക്കെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ സ്റ്റിക്കറുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഫോണിൻ്റെ ക്ലാരിറ്റി ഒന്നും രസം ഉണ്ടാവില്ല, കാരണം എപ്പോഴും ഞാൻ ഈ ക്യാമറ തുടച്ചിട്ടായിരിക്കും എടുക്കുന്നത്. ഇത് എടുക്കാനായിട്ട് മറന്നുപോയി, തുടക്കാനങ്ങ് മറന്നുപോയി. ഈ 12 മിനിറ്റ് സംസാരിച്ചിട്ട് എൻ്റെ വറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ എടുത്തത്. അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്ര അഴുക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഡെസ്ക് അങ്ങോട്ട് വലിച്ചിട്ടെന്ന് വെച്ചാൽ ഞാൻ ഡെസ്കിൻ്റെ ബാക്ക് വശമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഓർഗനൈസറിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്ലോഡ് ആക്കാൻ മറന്നുപോയി. കാര്യം എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 189 രൂപക്ക് കണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നേരത്തെ ഞാൻ 200 രൂപക്കൊക്കെയാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാശ് കുറവിന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചതാണ് ഇത്. എന്തായാലും ഇത് ആവശ്യമൊന്നും വേണ്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും ഡ്രസ് മേക്കർ അല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ഓർഗനൈസർ അതുകൊണ്ടാണ് മേടിച്ചത്. പിന്നെ ഞാനിത് മേടിച്ചിട്ട് ഒരു 2 ആഴ്ച കണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കുറേ സാധനമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ തുറന്നല്ല അതിങ്ങനെ തുടച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് കുറേ ഷെൽഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷെൽഫ് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് രസം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ആ ഷെൽഫെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് 2 എണ്ണം ഇട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പം നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കാര്യം ആ സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. എന്ത് പറഞ്ഞാൽ ഷെൽഫ് ഇരുന്ന് വെച്ച സ്ഥലം നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിത് മേടിച്ചത് എന്തോ 89 രൂപക്കോ 59 രൂപക്കോ അങ്ങോട്ടൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത്. പക്ഷേ ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 89 രൂപയുടെ ആ സാധനം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതിന് വരെ 200 രൂപയുടെ സാധനമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രെയിമും കൂടെ തുടച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അല്ലെങ്കിലേ രസമുണ്ട്, ഇപ്പോൾ ഒന്നും കൂടെ രസം കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഓർഗനൈസറിൻ്റെ ഷെൽഫ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഷെൽഫ് എടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാബ്രിക് പെയിൻ്റൊക്കെ ഇട്ട് വെക്കാനാണ്. ഫാബ്രിക് പെയിൻറ്റ് മാത്രമല്ല, ആ 2ാമത്തെ ഷെൽഫിൽ ഞാൻ മുളം ത്രെഡ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ക്രോഷയൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ചെറിയൊരു രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വഴിയിടുന്നതായിരിക്കും. വീഡിയോ അല്ല കേട്ടോ, ഷോർട്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റേ കറക്കുന്ന ഓർഗനൈസറും കൂടെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഓർഗനൈസറിന് ഒരേ ഒരു റൂളേ ഉള്ളൂ, കറക്കുക, അപ്പുറത്തിരിക്കുന്ന സാധനം എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുളം ത്രെഡ് എടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മുളം ത്രെഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് കുറേ ഐറ്റംസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറേ മുളം ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ ഷെൽഫിലേക്ക് കുത്തി നിറച്ച് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞാൻ എടുത്ത് മാറ്റാൻ കാര്യം. അപ്പം എല്ലാ ഐറ്റംസും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സാധനങ്ങൾ. ഇനി എന്തായാലും നമ്മുടെ ആ ഒരു സാധനം കൂടെ ഓർഗനൈസ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പെൻസിൽ തൊട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലാണെങ്കിൽ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ശബ്ദമൊന്നും കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ASMR നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു, പക്ഷേ ശബ്ദം കേൾക്കില്ലല്ലോ. നല്ല രസമായിരുന്നു ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ട് ചെയ്യാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 10-20 മിനിറ്റ് എടുത്തിട്ടാണ് കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെ എടുക്കുന്നത്. ഈ ലൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. കാര്യം ഈ ക്രാഫ്റ്റിന് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് പോകാൻ അതിനേക്കാൾ നല്ല ലൈറ്റർ ഉണ്ടല്ലോ.
പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പനിയുള്ളത് കൊണ്ടായിരുന്നു എൻ്റെ അമ്മ എനിക്കിങ്ങനെ ഒരു ചൂടുവെള്ളം തന്നു. അതൊക്കെ മെല്ലെ മെല്ലെ കുടിച്ചുകൊണ്ടിരുന്നു. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മെല്ലെ മെല്ലെ കുടിച്ചു. അങ്ങനെ തീർത്തു. പിന്നെ ഐറ്റംസൊക്കെ വെച്ച് തുടങ്ങി. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലൊരു എസ്തെറ്റിക് മയം കൊടുക്കാമെന്ന് കരുതി. ബിക്കോസ് അതായിരിക്കും നമ്മുടെ വീഡിയോ എടുക്കണ സ്ഥലം. അങ്ങനെ ഫ്ലോറൽ ക്ലിപ്പ് വെച്ചു. പിന്നെ അടുത്ത ഫ്ലോറൽ ക്ലിപ്പ് വെച്ചു. പിന്നെ നമ്മുടെ ഒക്ടോബസിനെ വെച്ചു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം കാണിച്ചൊരു പെട്ടിയില്ലേ, ആ പെട്ടി ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതും ക്രോഷയിൽ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ആ സാധനം. പിന്നെ ഈ ഒരു ചെയിൻ കണ്ടില്ല, ആ ചെയിൻ ഞാൻ ക്രിസ്മസിന് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പം പോലും എൻ്റെ കയ്യിലുണ്ട്. അവിടെയൊക്കെ വെക്കാൻ നോക്കി, പക്ഷെ അവിടെ ഒന്നും ഇരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫ്രെയിമിൽ തന്നെ ഇട്ടു. അങ്ങനെ ഈസ്തറ്റിക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പം കിവി കൂട്ടനെ കാണാനായിട്ട് ഒരു ഭംഗിയില്ല. കാര്യം എൻ്റെ ചേച്ചി അതിനെ പിരികൊക്കെ വരച്ചെടുത്തിട്ട് രസമില്ലാത്ത രീതിയിലൊക്കെ ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കിവിക്കൂട്ടനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ കവായി സ്റ്റിക്കർ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡെസ്കിൻ്റെ മേളുള്ള ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തെ വശം ചെയ്യാം. അവിടെ തുടച്ചത് കൊണ്ട് അതിനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെയാണ് ചെയ്തത്. കാര്യം നേരത്തെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി രാവിലെ ഇതൊന്ന് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ബുക്ക് വെച്ചു. പിന്നെ അങ്ങനെ പല ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് താഴത്തെ ആ ഫൈനൽ ലുക്ക് വരുന്നത്. പക്ഷെ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. താഴത്തിന് കുറേ പേപ്പറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കുറേ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഒന്ന് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങ് കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പേപ്പറൊന്നും ഞാൻ അപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ല. അങ്ങോട്ട് തന്നെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ അടിച്ച് എല്ലാം കൂടെ മാറ്റിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഫൈനൽ ലുക്ക് കാണണ്ട. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്കും കൂടെ നിൽക്കിട്ടോ. ബൈ.